നമത്ത് വെള്ളാമൈ അഥവാ നമ്മുടെ കൃഷി. നമത്ത് വെള്ളാമയിലൂടെ ആദിവാസികളുടെ പാരമ്പര്യ കൃഷിയായ പഞ്ചകൃഷിയിലേക്ക് തിരിച്ചു വരികയാണ് ഇന്ന് അട്ടപ്പാടിയിലെ ഊരുകൾ. കർഷകരെ പ്രോത്സാഹിപ്പിക്കാനായുള്ള അന്താരാഷ്ട്ര സംഘടന പാൻ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വെബിനാറിലാണ് സമ്പാർകോട് ഊരിലെ കാളിമൂപ്പത്തി തങ്ങളുടെ പഞ്ചകൃഷിയെക്കുറിച്ച് ഇരുള ഭാഷയിൽ തന്നെ സംസാരിച്ചത്. ನಾವು ಊರು ಕಾಲಘಟ್ಟಕ್ಕೆ ಒಂದುಮೇ ಸಿಗದೆ ಇರ್ದಿತ್ತು. ಕಾಡೆಲ್ಲ ಬೊಟ್ಟಿ ತೆಳುತ್ತು ಇಪ್ಪ ರಾಯಿ ಸಾಮೆ വിറക് എല്ലാം ഉണ്ടാക്കി അതാ വീട്ടിലെ ഉണ്ട്. പങ്കിനി മേസ ചെടി വെട്ടി അപ്പം വയ്യാസി മേസത്തേക്ക് വിതയ്ക്കില്ല. വയ്യാസിക്ക് വിതയത്ത് ആവാണി മേസത്തേക്ക് അതെല്ലാം അറുത്തെടുത്ത് തളിയിട്ട് അപ്പം അതേ ഒരു 4 താമ്പ് വിട്ട് ഓട്ടി അന്നത്തേക്ക് ഉരക്കെ വെത്തേക്ക് തളിയിട്ട് മാടയെ കെട്ടി താമ്പോട്ടോണത്. അപ്പം പേലല്ലേ തണ്ണിൽ ദാണ്ടിതേ പോകണം. അതേ കഷ്ടകല കൊണ്ട് നാം വ്യവസായത്തെ വിടുത്തേമു. പട്ടികവർഗ വികസന വകുപ്പിന്റെ കാർഷിക പദ്ധതിയാണ് നമത്ത് വെള്ളാമൈ. അട്ടപ്പാടിയിലെ ഊരുകളിലെ പോഷകാഹാര പ്രശ്ന പരിഹാരമായിരുന്നു അവരുടെ ലക്ഷ്യം. പാരമ്പര്യ കൃഷി മൺമറഞ്ഞതോടെ കൃഷി ഉപേക്ഷിച്ചവരെ തിരികെ കൊണ്ടുവരാൻ ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞു. ഒപ്പം പോഷകാഹാര പ്രശ്നത്തിന് പരിഹാരവും. എല്ലാ പറമ്പിലും നോക്കൂ, എല്ലാ പറമ്പിലും കൃഷിയുണ്ട്. ഈ 18-16 ഊരിലേയും കൂടി എല്ലാം കൃഷി ചെയ്യാറ്. ಅದಕ್ಕೆಲ್ಲ കുറ്റമേ ഇല്ല. ഇപ്പം നെല്ല മുറയൊക്കെ ഇരിക്കും. അത് ഒരു ഈ ഡാഗ് ಎಲ್ಲ ಭಸನಗಳೆಲ್ಲ ರಾಯಿ ಸಾಮೆ ಎಲ್ಲ ನೆಲ್ಲ ಭಸನ തന്നെ. അപ്പം അത് തന്നെ നാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാരമ്പര്യ കൃഷി തിരിച്ചു കൊണ്ടുവരുന്നതിനായി തണലെന്ന സന്നദ്ധ സംഘടനയുടെ സാങ്കേതിക സഹായത്തോടെ തുടങ്ങിയ പദ്ധതിയിലെ അംഗമാണ് കാളിമൂപ്പത്തി. അട്ടപ്പാടിയിലെ 3 പഞ്ചായത്തിൽ നിന്നും 19 ഊരുകൾ, 19 ഊരുകളിൽ വരുന്ന ഏകദേശം 960ഓളം വരുന്ന കർഷകരും 1200ഓളം ഏക്കറുമാണ് ഈ പദ്ധതിക്കകത്ത് ഈ നമുത്തുള്ള പദ്ധതിക്കകത്ത് ഉള്ളത്. ചെറുധാന്യങ്ങളാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. കൂടാതെ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറികളും അല്ലാണ്ടുള്ള കുറച്ച് വിളകളും മാത്രമേ ഉള്ളൂ. റാഗി, ചാമ, തിന, വരക്, തുമര, കരനെല്ല്. അതിൽ റാഗി തന്നെ 2 വെറൈറ്റീസ് ഉണ്ട്. 3 മാസത്തെ റാഗിയും ഉണ്ട്, 6 മാസത്തെ റാഗിയും ഉണ്ട്. ചാമ അതുപോലെ തന്നെയാണ്, 3 മാസത്തെ ചാമയുണ്ട്, 6 മാസത്തെ ചാമയുണ്ട്. ഇത് കൂടാണ്ട് കരനെല്ലുണ്ട്, തുമരയുണ്ട്, പിച്ചാമ, കുതിരവാലി, എള്ള്, ഉഴുന്ന്, അല്ലാണ്ട് സാധാരണ വീട്ടാവശ്യങ്ങൾക്കുള്ള പച്ചക്കറികളായിട്ടുള്ള ഉള്ളി, ചെറിയ വൻപയർ അല്ലെങ്കിൽ ചെറിയ ചീരകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. സമ്പാറോട് ഊരിലൊക്കെ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഒരു ഊരിലെ ഒരു പുരുഷന്മാരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ രാവിലെ ആയിക്കഴിഞ്ഞ് ഒരു 9 മണിയാകുമ്പോൾ എണീറ്റ് കുളിച്ച് റെഡിയായി അവർ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ അഗളിയിലൊക്കെ പോയിട്ടൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും കഴിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെയായിരുന്നു പുരുഷന്മാരുടെ ഒരു രീതി. അവിടെ നിന്ന് ജോലിക്ക് പോകുന്നവർ പോകും, അല്ലാത്തവർ അവരുടെ സമയം തള്ളി നീക്കും. ഇതായിരുന്നു അവരുടെ രീതി. സ്ത്രീകളാണെങ്കിൽ കൂടുതലും അവർ വീടിനകത്ത് തന്നെ അടങ്ങിക്കൂടിയിരിക്കുക, തൊഴിലുറപ്പ് പണിക്ക് പോവുക, വീട്ടുപണികൾ ചെയ്യുക. അതൊക്കെയായിരുന്നു സ്ത്രീകളുടെ ഭാഗത്ത്. അപ്പോൾ പ്രോജക്റ്റ് തുടങ്ങിയ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ താഴെസമ്പാട് ഊരിലൊരു മുത്തശ്ശി നമ്മോട് പറഞ്ഞ കാര്യം വളരെ രസകരമായിട്ടാണ് പറഞ്ഞത്. ഒരു വഴക്ക് പറഞ്ഞതാണ്, വളരെ രസകരമായിട്ടൊരു വഴക്ക് പറച്ചിലായിരുന്നു. അഥവാ ഊരിൽ കടയിൽ പോയി പൊറോട്ട തിന്നുകൊണ്ടിരുന്ന ആണുങ്ങളെയും വീട്ടിൽ അലക്കിയ തുണി അലക്കിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങളൊക്കെ നീ ഇപ്പോൾ പറമ്പിലേക്ക് കയറ്റി വിട്ടു. അപ്പോൾ തുടങ്ങിയപ്പോൾ നല്ലൊരു ഇമ്പാക്റ്റായിരുന്നു അവർക്ക്. കൂടുതലും ഊരിൽ നിന്ന് രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഭക്ഷണമൊക്കെ ആക്കി കുടുംബത്തോടു കൂടി വന്ന് കൃഷി സ്ഥലത്ത് വന്ന് അവർ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്ത് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴേക്കും തിരിച്ചു കൊണ്ടുപോകാം. 30 വർഷത്തിന് ശേഷം അവർ കൃഷി ചെയ്യുമ്പോൾ കൂടുതലും ഭക്ഷണത്തിന് വേണ്ടി അവർ ആശ്രയിച്ചിരുന്നത് പുറത്തുള്ള റേഷനരിനെയും അതുപോലെ തന്നെ പുറത്തുള്ള പച്ചക്കറികളൊക്കെയാണ് അവർ കൂടുതൽ ആശ്രയിച്ചിരുന്നത്. അതിൽ നിന്നും മാറി ഈ ഒരു 2 വർഷത്തിനിടയ്ക്ക് വന്നതിന് ശേഷം മാറ്റമായിട്ട് യുവാക്കളും കുട്ടികളും അടക്കം സജീവമായിട്ട് അവരുടെ കൃഷിസ്ഥലത്ത് വന്ന് കൃഷി ചെയ്ത്
അതിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അതാണ് അപ്പോൾ ഒരു കൂടുതലും ഇപ്പോൾ ഭക്ഷിക്കുന്നത്. കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കും. അത് കണ്ടു, അതും പഠിച്ചു. ഇതേപോലെ വിളവെടുക്കണു, ഇതേപോലെ അർത്തെടുക്കണു, ഇങ്ങനെ രീതിക്ക് പോകണു. അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതെ തന്നെ അത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഈ കുരുവി മുടിക്കാൻ എന്തെങ്കിലും അത് പള്ളിക്കൂടം ഇല്ലാത്തത് കൊണ്ട് കുറച്ചെല്ലാം വറവിടും. പഞ്ചകൃഷി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കൂടുതൽ എക്സ്പെൻസീവാണ്. കാരണം അതിൻ്റെ കളപരിചരണം ആയിക്കോട്ടെ, അതിൻ്റെ നിലവുരുക്കലായിക്കോട്ടെ, വിത്തിടുന്നതായിക്കോട്ടെ, എല്ലാം തന്നെ കുറച്ച് കൂടുതൽ ചിലവ് വരുന്ന കൃഷിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പൈസ ഒന്നും ഇല്ലാണ്ട് ഈ കൃഷിയിൽ നിന്നും വരുമാനം കിട്ടില്ല എന്നുള്ള ഒരു തോന്നലൊക്കെ വന്നതിന് ശേഷമാണ് അട്ടപ്പാടിയിൽ ഇത്രയും വർഷം ഒരു ഗ്യാപ്പ് വരാൻ കാരണം. തുടങ്ങിയത് പ്രധാനമായിട്ട് അവർക്ക് ഊരുകൂട്ടങ്ങൾ കൂടി, ഊരുകൂട്ടങ്ങളിൽ നിന്നും അവരുടെ ആവശ്യങ്ങളായിട്ട് നമ്മൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നത് അവർക്ക് കൃഷി ചെയ്യാനുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ കാട് വെട്ടാൻ, കാരണം 30 വർഷം കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. ആ 30 വർഷം കാട് വെട്ടി തെളിച്ച് കൃഷി ഇറക്കാനും ആ കൃഷി ചെയ്ത് അതിൽ നിന്നും വിളവ് കിട്ടണമെങ്കിൽ അവർക്ക് സംരക്ഷണം വേണം, വന്യമൃഗങ്ങളുടെ സംരക്ഷണം വേണം. കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ കൂടാണ്ട് അവരുടെ നിന്ന് തിരിച്ച് പ്രൊക്യൂർ ചെയ്യാനുള്ള വഴിയും കൂടി നോക്കണം എന്നാണ് അവരുടെ ആവശ്യം. അത് കുത്തിക്കഴിഞ്ഞാലേ അരി 4 ഒരു പടിങ്കാതെ ഇരിപ്പും 4 പടി കുത്തിന ഒരു 2 കിലോ അരിശി കിട്ടും. 2 കിലോ അരിശിതേ കിട്ടും. പിന്നൊക്കെ പാക്കി പൊട്ടു പോകും. ഇങ്ങനെ മെഷീനുണ്ടായിരുന്ന അത്രേ ഒരു ഇഷ്ടമാകില്ല, പിന്നെ നല്ലോണം സാപ്പിടില്ല. കല്ലിലൊക്കെ കുത്തി തിങ്കಕ್ಕೆ നമുക്ക് ഒന്നുമേ ഇല്ല. ஆனால் மிஷினு கிடைத்தா கொஞ்சம் நாம் ஒரு உபயோகத்தையும் எல்லாம் இருக்கும். இப்போ இப்போ வெள்ளமே செய்தாலும் அதான் சாமின்னு எடுத்து அப்படியே இருக்குது. ராயை விளைத்தாலும் அப்படியே இருக்குது. எனக்கு இது வந்து சகாய்த்து எல்லாம் வேற தரணும். നമുക്കൊരു ആരോഗ്യം കിട്ടി, ആരോഗ്യം മാത്ര കിട്ടി. പിന്നെ ഉസാറാ ചെയ്തു, ഉസാർ കൊണ്ടാക്കണം ഇപ്പോൾ വെള്ളം ചെയ്തത്. അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നതായിരിക്കും ആ കാടുകല്ല. അയ്യോ കാട് കയറി എല്ലാ ആന എല്ലാ മൃഗങ്ങൾ ഉണ്ടായ സ്ഥലമാണത്. ഇപ്പം അതിപ്പോൾ എങ്ങനെയുണ്ട്? കുറച്ച് വെള്ളം അവരെല്ലാം ആരോഗ്യത്തെ തന്നേരം സ്വാമി. പിന്നെ എന്തും എമ്മക്കെടുക്കാൽ പരാവില്ല.